ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ചെമ്മീൻ ബിരിയാണിയാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ചേർക്കണേ. അത് കഴിഞ്ഞ് അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, അല്പം പെരുംജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി കുഴയ്ക്കണം. അല്പനേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ബിരിയാണിക്ക് വേണ്ടിയുള്ള റൈസ് തയ്യാറാക്കാം. കുക്കറിലാണ് നമ്മൾ റൈസ് വേവിക്കുന്നത്. കുക്കറിലേക്ക് ബിരിയാണിക്ക് വേണ്ടി ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് അരി കഴുകിയിടുക. അതിലേക്ക് ഒരു ഉണക്ക നാരങ്ങയും അല്പം നെയ്യും ചേർത്ത് വെക്കുക. റൈസ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ചെമ്മീൻ തയ്യാറാക്കാം. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചെമ്മീൻ നമുക്ക് കുറച്ചായി ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടെ മറിച്ചും തിരിച്ചും വേവിക്കണേ. പൊരിച്ച ചെമ്മീനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. 3 സവാള നല്ല കനം കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്ത് ചെമ്മീൻ പൊരിച്ച പാനിലേക്കിട്ട് നന്നായി വശക്കിയെടുക്കുക. അതിലേക്ക് അല്പം മുളക് പൊടി, അല്പം മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഇറച്ചി മസാലയും കൂടെ ചേർക്കുക. നന്നായി വശക്കിയതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടെ ചേർക്കുക. തക്കാളി ഇട്ട് വശക്കിയതിന് ശേഷം പൊരിച്ച് വെച്ച ചെമ്മീൻ കൂടെ തട്ടി നന്നായി വശക്കിയെടുക്കുക. ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിടാൻ മറക്കല്ലേ. വേവിക്കാൻ വെച്ച റൈസ് എന്തായെന്ന് നോക്കാം. ഇപ്പോൾ റൈസ് നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ദം ചെയ്യാൻ തുടങ്ങാം. ചെമ്മീൻ്റെ മീതെ റൈസിൻ്റെ മീതെ ചെമ്മീൻ എന്ന രീതിയിൽ തട്ടായിട്ട് വെക്കാം. 5 മിനിറ്റ് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം. അടിയിൽ പിടിക്കാതെ നോക്കണേ. നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഭംഗിക്ക് വേണ്ടി വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് സവാള വശക്കി ഇടാം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.